നമ്മൾ സെക്യൂർഡായാലും നമുക്ക് നല്ലത്, നമ്മുടെ മൊബൈൽ സെക്യൂർഡായാലും നമുക്ക് നല്ലത്. അപ്പോൾ നമ്മുടെ മൊബൈൽ എങ്ങനെ സെക്യൂർഡാക്കാം, നമ്മുടെ ഐ ഡി എങ്ങനെ സെക്യൂർഡാക്കാം, നമ്മുടെ മൊബൈലിലുള്ള ഡാറ്റാസ് ഡീറ്റെയിൽസ് എങ്ങനെ സെക്യൂർഡാക്കാം, അതിനിപ്പോൾ ഗൂഗിൾ ഒരു ഓപ്ഷൻ തരുന്നത് നമുക്ക് നമ്മുടെ ഐ ഡി കൂടുതൽ സെക്യൂർഡാക്കാൻ വേണ്ടി ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിക്കാൻ പോകുന്നത്. ഐ എം ഹരി കാനിങ്ങാട്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ യൂട്യൂബിൽ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ സെറ്റിംഗ്സിൽ പോയിട്ട് അവിടെ ഹിസ്റ്ററി ആൻഡ് പ്രൈവസി, അതിൽ നമ്മൾ മാനേജ് ഓൾ ആക്ടിവിറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇത് കൂടുതൽ സെക്യൂർ ആക്കണോ, കൂടുതൽ 100% സെക്യൂർ ആക്കണം എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ 100% സെക്യൂർ ആക്കണം. പലർക്കും അത് ചെയ്യാനൊരു മടിയാണ്. കാരണം വെച്ചാൽ അതിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് മടിയാണ്. പക്ഷെ അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യുക, കറക്റ്റായിട്ട് ചെയ്യുക, സെക്യൂർഡ് ആക്കുക, 100% സെക്യൂർഡ് ആക്കുക. ഓക്കെ, വീഡിയോയിലോട്ട് പോവാം. പക്ഷെ വീഡിയോയിലോട്ട് പോകുന്ന ഒരു കാര്യം പറയാൻ മറന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ അതൊന്ന് ഓൺ ചെയ്ത് വെക്കുക. ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് പറയുന്നത് ഓൺ ചെയ്ത് വെക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക. കാരണം ഞാൻ ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രഷ് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ആ ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, യൂട്യൂബിൽ നമ്മൾ നമ്മുടെ ഐ ഡി ഉണ്ടല്ലോ, അതിന് താഴത്തായിട്ട് നമുക്ക് സെറ്റിങ്സിലോട്ട് പോവുക. ആ സെറ്റിങ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഹിസ്റ്ററി ആൻഡ് പ്രൈവസി എന്ന് കാണും. ഹിസ്റ്ററി ആൻഡ് പ്രൈവസി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ മാനേജ് ഓൾ ആക്ടിവിറ്റി എന്ന് കാണും. ആ മാനേജ് ഓൾ ആക്ടിവിറ്റി ഒന്ന് ക്ലിക്ക് ചെയ്യുക. മാനേജ് ഓൾ ആക്ടിവിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ബോക്സ് ഇവിടെ പ്രത്യക്ഷപ്പെടും. ഇതുപോലത്തെ ഒരു ബോക്സ്. ഓക്കെ, അതിൽ നമുക്ക് ഗൂഗിൾ പ്രൊട്ടക്ട്സ് യുവർ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി, മാനേജ് മൈ ആക്ടിവിറ്റി വെരിഫിക്കേഷൻ. യു ക്യാൻ ആഡ് മോർ സെക്യൂരിറ്റി ടു മൈ ആക്ടിവിറ്റി ടേണിംഗ് ഓൺ എക്സ്ട്രാ വെരിഫിക്കേഷൻ. അത് നമ്മുടെ അക്കൗണ്ടിനെ കൂടുതൽ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ബോക്സ് അവിടെ പ്രത്യക്ഷപ്പെടുത്തുന്നത്. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് കൂടുതൽ സേഫ് ആവും. ഹാക്കേഴ്സിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നൊക്കെ കൂടുതൽ സേഫ് ആവും. അപ്പോൾ നമ്മളതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാനേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ മാനേജ് എന്ന് കാണും. ആ മാനേജിൽ പോവുക. മാനേജിൽ ക്ലിക്ക് ചെയ്യുക. Manage my activity verification. If you turn extra verification, Google will make sure that it really before you can see or delete your full history my activity. This can help your history safer and കൂടുതൽ സേഫ് ആകാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇത് അക്കൗണ്ട് കൂടുതൽ സേഫ് ആകാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എക്സ്ട്രാ വെരിഫിക്കേഷൻ റിക്വയർ ആണോ എന്ന് ചോദിക്കുന്നത് ഇവിടെ. ഓക്കെ, എക്സ്ട്രാ വെരിഫിക്കേഷൻ ഇവിടെ സെക്യൂർ ആണ്. എക്സ്ട്രാ വെരിഫിക്കേഷൻ റിക്വയർ ആണ്. അപ്പോൾ നമ്മളതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അവിടെ. സേവ്, ആ സേവിൽ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് നമുക്ക് ലഭിക്കും. ഇവിടെ നമുക്ക് സിസ്റ്റം ലോക്ക് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അവിടെ നമ്മൾ ലോക്ക് അവിടെ പാറ്റേൺ ആയത് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഇൻ്റർഫേസ് ആണ് വരിക. അവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ വെരിഫൈ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. നമ്മൾ ആ വെരിഫൈയിൽ ക്ലിക്ക് ചെയ്യുന്നു. വെരിഫൈയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആക്ടിവിറ്റി ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് വെരിഫൈ എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നില്ല ഇവിടെ. അവിടെ ക്ലിക്ക് ചെയ്യുക. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ മൊബൈലിനെ 100%, നമ്മുടെ അക്കൗണ്ടിനെ 100% സേഫ് ആക്കുക. ഓക്കെ, താങ്ക് യു. വീഡിയോ ഉപകാരപ്രദമാണ് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും, അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.